മാറ്റത്തിനൊരു വാണം. കേരളക്കര കത്തിക്കാൻ ജിഞ്ചൻ. നാടിന്റെ വികസനം വിഷു ദീപാവലി പോലെ കളറാക്കാൻ നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ എലിവാണത്തിന് കുത്തുക. എന്താണത്? സാധനം എങ്ങനെയുണ്ട്? കുറച്ചുകൂടി വർക്ക് കയറാൻ ബാക്കിയുണ്ട്. ഞാൻ മറ്റേ രംഗണ്ണന്റെ പോലെ വെള്ളം വെള്ളിട്ട് മറ്റേ ഫ്ലക്സിലിങ്ങനെ വോട്ടില്ല മുട്ടൊക്കെ വെച്ചിട്ട് ഇതാകുമ്പോൾ യൂത്ത് വോട്ട് ചെയ്യും. നമുക്ക് നിന്നെ വിളിച്ച അതിനല്ല, നീ എനിക്ക് വോട്ട് ചെയ്യണമെന്ന് അറിയാം. പക്ഷേ ഇതൊക്കെ ചെയ്യാനേ വെള്ള ഷർട്ടില്ല, അത് പറഞ്ഞു. നിന്റെ വീട്ടിലേക്ക് ഞങ്ങൾ അന്ന് കാണാൻ വന്നപ്പോഴേ നിന്റെ അപ്പാപ്പൻ്റെ കയ്യിൽ വെള്ള ഷർട്ട് ഉണ്ടായിരുന്നു. അല്ലേ ഇവിടെ അപ്പാപ്പ ഇന്ന് വീട്ടിൽ നടക്കുമ്പോ ഷർട്ട് ഇടാറില്ലല്ലോ. ഏയ് നടക്കുമ്പോ അല്ലടി, കിടക്കുമ്പോ, മരിച്ചു കിടക്കുമ്പോ. മരിച്ചെടുക്കുമ്പോ ടാൽപ്പിന്റെ ഷർട്ട്. ഏയ് അതപ്പാ പാപ്പൻ്റെ അല്ല, അത് കുഴിച്ചിട്ടില്ലടാ പൊട്ടാ. ഏയ് പെട്ടില്ലല്ലേ ഇരിക്കണേ, ഞാൻ കഴുകിട്ട് എടുത്തോളാം. അധികം ചെളിയൊന്നും ഉണ്ടാവില്ല. 2 ഫോട്ടോ എടുത്ത് തിരിച്ചു തരാന്ന്. നീ ഇങ്ങനെ ഒരു വാണായി പോയല്ലോ ഷിഞ്ച. നിന്റെ അടുത്ത് ആരെങ്ങനെ സ്ഥാനാർത്ഥിയായിട്ട് നിക്കാൻ പറഞ്ഞേ? അതിന് എനിക്കൊരു ചിഹ്നം വേണ്ടേ? ജിഞ്ചർ ഇഞ്ചി, ഏയ് ജിഞ്ചർ സോഡാന്ന്. ജവാന് ഉപ്പിലിട്ട നെല്ലിക്കും. ഉപ്പിലിട്ട നെല്ലിക്ക പോസ്റ്ററിൽ അറിയില്ലെന്ന് പോരാടും. അതൊന്നും വേണ്ട. അനീതിക്കെതിരെ പടപുരുന്ന പുരുഷനായിരിക്കണം നീ. നിനക്ക് കുന്തം. എന്നിട്ട് വേണം ലുട്ടാപ്പിയാന്ന് പറയും. റീത്തായാലോ? അതാവുമ്പോ ജയിച്ചു കഴിഞ്ഞാൽ കളിത്തോടും ചെയ്യാം, തോറ്റു കഴിഞ്ഞാൽ റേറ്റ് ആയിട്ട് നിലത്ത് വെക്കുകയും ചെയ്യാം. എന്റെ ഫോട്ടോ ഇടയിൽ കൊണ്ടുവച്ചാൽ ആൾക്കാർ ഡബിൾ മീനിങ് എടുക്കില്ലേ? വാണം, എലി വാണം. അതാവുമ്പല്ലേ വാണത്തിന് തുമ്പത്ത് നിന്റെ മോന്ത കൊടുത്തിട്ടില്ലേ? ഞാൻ പോട്ടെ ഫ്ലക്സ് അടിച്ചിട്ട് തരാം. ഉടനെ ഉണ്ടാവില്ല എല്ലാരും. ഈ വാണപ്പിള്ളേരൊക്കെ എനിക്ക് ഓട്ടിതാ മതിയായിരുന്നു. അതന്നെ ഇതല്ലേ നിന്റെ ചക്കൻ? ഒരു ചിഹ്നില്ലാത്ത എനിക്ക് വാണത്തിന്റെ ചിഹ്നം സൈസ് ചെയ്തത് ഇവനാ. എന്താടാ? ഇലക്ഷന് മുമ്പായിട്ട് നാമനിർദ്ദേശ പത്രിക കൊടുക്കണം. തലേ ദിവസം പോയിട്ടല്ല മത്സരിക്കുക. ഏയ് വോട്ടർ ലിസ്റ്റിൽ എന്റെ പേരുണ്ടല്ലോ. ഇപ്പൊ മനസ്സിലായ? ഇവനെ നമ്മളായിട്ട് പറ്റിക്കേണ്ട ആവശ്യമില്ല. ഇവൻ ബോൺ ടു മണ്ടനാണ് ഇവൻ. ഇലക്ഷൻ നിൽക്കുമ്പോ പൈസ ഇട്ടേക്കണം. അത്യാവശ്യം വോട്ട് കിട്ടിയില്ലെങ്കിൽ കെട്ടി വെച്ച പൈസ തിരിച്ചു കിട്ടില്ല കേട്ടോ ജിഞ്ച. നിനക്കതറിയോ? വേണ്ട, മുറുക്കി കാട്ടണ്ട, ലൂസാക്കി കെട്ടിയ പോരെ. അപ്പൊ സുഖമായിട്ട് എപ്പോ വേണമെങ്കിൽ കാശ് എടുക്കാലോ. മലവാണത്തിന്റെ ഫോട്ടോ കിട്ടാത്തോണ്ട് അവന് ഞാൻ ഇലിവാണം തന്നെ സജസ്റ്റ് ചെയ്ത് കൊടുത്തത്. ഇവന്റെ ബുദ്ധിക്ക് ഇതല്ലേ എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ജിഞ്ചനെ അങ്ങനെ മണ്ടെന്ന് പറഞ്ഞ് കളിയാക്കണ്ട. ജിഞ്ചനെ പോലുള്ള മണ്ടന്മാർക്ക് എന്തുകൊണ്ടും തിളങ്ങാൻ പറ്റിയ പ്ലാറ്റ്ഫോമാണ് രാഷ്ട്രീയം. ഈ രാഷ്ട്രീയത്തിലുള്ളവരൊക്കെ മണ്ടന്മാരാ. നീ കണ്ടിട്ടില്ലടാ ജിഞ്ച? അവന്മാർക്ക് ബുദ്ധി ഉണ്ടെങ്കിൽ നമ്മുടെ ഈ നാട് ചക്ക പൊളിച്ചവരാക്കോ. അമ്മമാർക്ക് നല്ല ബോധമുണ്ട്. നാട് നന്നായില്ലെങ്കിലും വീട് നന്നാവില്ല അവന്മാരുടെ. ബുദ്ധിയുള്ളവന്മാർക്ക് പറ്റിയ പരിപാടി രാഷ്ട്രീയം. ബുദ്ധിയുള്ളമാരാ ജിഞ്ച. അപ്പൊ നമ്മളിതിലില്ല, നമ്മള് കണ്ടാ മതി, കുത്തിയാ മതി.